കേസുകളിലെ പോലീസ് നടപടികൾ ജ്വല്ലറി ഉടമയെയും ജീവനക്കാരെയും പീഡിപ്പിക്കുന്ന തരത്തിലെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ. GST, HUID, e-way ബിൽ എന്നിവയുടെ പേരിലും ചെറുകിട ജ്വല്ലറി ഉടമകൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ചെറുകിട കച്ചവടക്കാർക്ക് സുഗമമായി വ്യാപാരം ചെയ്യാനുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാവണമെന്നും ജില്ലാ പ്രസിഡന്റ് KM ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വർണത്തിന്റെ വില വർധനവും പുതുതലമുറയ്ക്ക് സ്വർണത്തോടുള്ള താല്പര്യക്കുറവും ആഭരണ വ്യാപാര മേഖലയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ നികുതി ഇനത്തിലെ തുഗ്ലക് പരിഷ്കാരം, ഇസ്രായേൽ പാലസ്തീൻ, റഷ്യ ഉക്രൈൻ യുദ്ധം എന്നിവയും സ്വർണ്ണ വ്യാപാരത്തെ ബാധിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ GST2 നയം മൂലം ആവശ്യ മരുന്നുകൾക്കുൾപ്പെടെ വില കുറഞ്ഞത് ഗുണകരമാണ്. ഇത് വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകിയിട്ടുണ്ട്. നിലവിൽ 3% നികുതിയാണ് വ്യാപാര മേഖലയിൽ ഈടാക്കുന്നത്. വലിയ രീതിയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിൽ നികുതി 3%-ൽ നിന്ന് 2%-ആയി കുറച്ചാലും സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാവില്ല. മാത്രമല്ല, സാധാരണക്കാർക്ക് ഏറെ ഗുണകരമാവുമെന്ന് ഇതുവഴി കച്ചവടം വർദ്ധിക്കുന്നതിലൂടെ സർക്കാരിന് വരുമാനം വർദ്ധിക്കും. സ്വർണ്ണ വ്യാപാര മേഖല തകർന്നാൽ നികുതി നഷ്ടം, തൊഴിൽ നഷ്ടം എന്നിവ വലിയ തോതിൽ ഉണ്ടാവുമെന്നും ജലീൽ പറഞ്ഞു. ജനറൽ സെക്രട്ടറി മൊയ്തു വരമംഗലത്ത്, ട്രഷറർ PP രാജഗോപാൽ, വർക്കിംഗ് സെക്രട്ടറി ബഷീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഇന്നുണ്ടാകുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചമാതിരിയുള്ള വിലവർധന വന്നുകൊണ്ട് മാത്രമാണ്. അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന GST2 എന്ന പുതിയ GST പരിഷ്കാരം ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഒട്ടനവധി ഉപഭോക്താക്കൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജീവൻ രക്ഷാ മരുന്നുകൾക്ക്, ഒട്ടനവധി മരുന്നുകൾക്ക് പരിപൂർണമായും GST പരിധി ഒഴിവാക്കുകയും 28, 18 എന്നീ സ്ലാബുകളുള്ള GST സ്ലാബുകളെ പരിപൂർണമായും കുറച്ച് 5-12% നിജപ്പെടുത്തുകയും ചെയ്യുക വഴി ഒരു പുത്തൻ ഉണർവ് അങ്ങാടികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് ഏകദേശം 36% വിലവർധനവ് സ്വർണത്തിനുണ്ടായിട്ടുണ്ട്. ഈ വിലവർധന ആനുപാതികമായി ഇപ്പോൾ നിലവിലുള്ള GST 3%. ആ 3% പഴയ വിലയും പുതിയ വിലയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗ്രാമിന് 11,000 ചില്ലാനം രൂപ വിലയുള്ള ഇന്ന് 6 മാസം മുമ്പ് 5,000-6,000 ഉറുപ്പിക ഉണ്ടായിരുന്ന വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ GSTയുടെ 3% നികുതി കൊണ്ട് സാധാരണ ഉപഭോക്താക്കൾക്ക് വലിയ ഭാരം ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ചേട്ടൊരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.